ഹലോ മുത്തുമണികളെ, എന്തൊക്കെ വിശേഷം? പിന്നെ നമ്മളെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടാ. എനിക്ക് കോണ്ടാക്ട് വരുന്നതിന് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസിനുള്ളൊരു ആൻസറാണിത്. കോളുകളും മെസ്സേജുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പം അതിനുള്ളൊരു റീപ്ലൈ ആയിട്ട് കൂട്ടിയാൽ മതി എല്ലാവരും. ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല. എൻ്റെ കുറേ ഇപ്പം ഞാൻ ബാംഗ്ലൂരിൽ നിന്നിടത്തോളം ഉള്ള യൂബർ ഓടുന്നതിൻ്റെ ഇതിലുള്ള എൻ്റെ ഫൈൻഡിങ്സും എല്ലാ ഡ്രൈവേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ള എൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഞാൻ പറയണത്. എല്ലാവരും വീഡിയോസ് ഫുള്ള് കാണുക, എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. വീഡിയോസ് ഫുള്ള് കാണാതെ നിങ്ങൾ വന്നിട്ട് അതെങ്ങനെയാ ബ്രോ ഇതെങ്ങനെയാ ബ്രോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫ്ലീറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറയണത്. ഫ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ ബാംഗ്ലൂരിൽ നിലനിൽക്കുന്ന ഫ്ലീറ്റുകളിൽ വെച്ചിട്ട് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഫ്ലീറ്റുകൾ എന്ന് വെച്ചാൽ എവറസ്റ്റും PMV ആണുള്ളത്. അവരത്രയും കാലങ്ങളായിട്ട് പഴക്കം ചെന്നിട്ടുള്ളൊരു കമ്പനിയാണ്. അത് മാത്രമല്ല, പിന്നെ എല്ലാ ഫ്ലീറ്റും, അത് ആദ്യം പറയാം, എല്ലാ ഫ്ലീറ്റും കണക്കാണ്. എല്ലാ ഫ്ലീറ്റും നമ്മളടുത്തുനിന്ന് റെന്റ് കാര്യങ്ങളൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ മാറും. അവർ ഭയങ്കര വിഷയമാവും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ഫ്ലീറ്റിലും വരെ പോലെ തന്നെയാണ്. പക്ഷെ ഇവർ സപ്പോർട്ടിങ്ങും കാര്യങ്ങളും, കസ്റ്റമർ സപ്പോർട്ടും, അതേപോലെ തന്നെ നമ്മളെ ഡ്രൈവർ സപ്പോർട്ടും കാര്യങ്ങളും, എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്തു തരലും എല്ലാം ഇവര് ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. പിന്നെ 11,000 സംതിങ് ആണ് ഇവരെ ഡെപ്പോസിറ്റ് വരിക. അതിൽ 10,000 നമുക്ക് റീഫണ്ടബിൾ ആണ്. പിന്നെ 1,000 സംതിങ് രൂപയും കൂടി വരും. അത് പേപ്പർ വർക്കിന്റെ ചാർജ്, അത് റീഫണ്ടബിൾ അല്ല. ഓക്കെ, പിന്നെ ഇവരെ ചാർട്ട് എൻ്റെ അടുത്ത് ഇല്ല. പക്ഷെ എന്നാലും ചാർട്ടിലൊക്കെ റേറ്റ് പൊതുവെ ഞാൻ ഇപ്പോൾ ZenPlus ഓടിയ ആളാണ്. ZenPlus ഓടിയ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ചാർട്ടിനേക്കാളും കുറവാണ് പല റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. സ്വാഭാവികമായിട്ടും അതിൽ എനിക്ക് കാണാനും, എൻ്റെ റൂമിൽ തന്നെ 3 ആൾക്കാർ PMV ഓടുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പിന്നെ ഓല ഓടാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ D-Best എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി ഉണ്ട്. എയർപോർട്ടിന്റെ ഭാഗത്താണ് ഓരോ കമ്പനി, ഒരു യാർഡ് വരുന്നത്. അവരും കുഴപ്പമില്ല, അവരും നല്ലൊരു കമ്പനിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ബാംഗ്ലൂരാണ്. ഞാൻ കുറേ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞ കാര്യം ബാംഗ്ലൂരാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പെടാനും പെടാതെ ഇരിക്കാനും സാധ്യത ഉണ്ട്. നമ്മൾ ഓടിയാലേ നമ്മളെ അടുത്ത് പൈസ ഉണ്ടാവുള്ളൂ. പിന്നെ ലാംഗ്വേജ് അത്രയും അറിയണവരാണെന്നുണ്ടെങ്കിലും ഓക്കെ. ആരും നല്ലൊരു ജോബ് കളഞ്ഞിട്ട് ഇവിടെ വന്ന് ഊബർ ഓടണമെന്ന് ഞാൻ ആരടുത്തും പറയലില്ല. ആരടുത്തും ചോദിക്കുമ്പോൾ അവർ ആ 30,000 കിട്ടുന്ന സാലറി കിട്ടുന്ന ജോബാണ്, അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഞാൻ പറയില്ല, ആ ജോബ് കളഞ്ഞിട്ട് വെറുതെ വരണ്ട ബ്രോ, അതിനുള്ള കാര്യം ഇവിടെ ഇല്ല എന്നാണ് പറയല്. വേറെ ഒന്നും ഉണ്ടല്ലോടാ, നമ്മൾ എല്ലാ ദിവസവും ഒരേപോലെ അല്ല ബാംഗ്ലൂരിൽ. എപ്പോഴും ഇപ്പൊ ഈ ആഴ്ചയൊക്കെ ഓട്ടം തീരെ ഇല്ല, വളരെ കുറവാണ് ഓട്ടമൊക്കെ ബാംഗ്ലൂര്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്ത്